Hello all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 616/2021 ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന കാറ്റഗറി നോട്ടിഫിക്കേഷനിൽ വന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the process of preserving food by rapid freezing followed by dehydration in vacuum is called as. Options നോക്കാം. A. Dehydrofreezing, cryopreservation, lyophilization, D. Cold sterilization. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏത് മെത്തേഡാണ് റാപ്പിഡ് ഫ്രീസിംഗ് ഫോളോഡ് ബൈ ഡീഹൈഡ്രേഷൻ ഇൻ വാക്യൂം ചെയ്തിട്ട് പ്രിസർവ് ചെയ്യുന്നത് എന്നാണ്. സോ ഇതിൽ ഓരോ ഓപ്ഷൻസ് ആയി നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഡീഹൈഡ്രോഫ്രീസിംഗ്. ഡീഹൈഡ്രോഫ്രീസിംഗ് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് ഡ്രൈയിങ് പ്രോസസ് ആൻഡ് ഫ്രീസിംഗ് പ്രോസസ് ആണ്. ഈ പ്രിസർവേഷൻ മെത്തേഡിൽ നമ്മളൊരു ഫുഡ് കമോഡിറ്റിയുടെ മോയ്സ്ചർ കണ്ടന്റ് ആദ്യം 70% റെഡ്യൂസ് ചെയ്യുകയും പിന്നീട് അതിനെ ക്വിക്ക് ആയിട്ട് ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രോസസ്സിൽ സെൽസ് ഒന്നും കൊളാപ്സ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പ്രൊഡക്റ്റിനെ നമുക്ക് ഗുഡ് ടെക്സ്ചറിൽ തന്നെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡീഹൈഡ്രോ ഫ്രീസിങ്ങിന് എപ്പോഴും ഫ്രീസ് ഡ്രൈയിങ് ആയിട്ട് കൺഫ്യൂസ് ആവാറുണ്ട്. പക്ഷെ ആക്ച്വലി ഈ രണ്ട് ടെക്നിക്സും രണ്ടാണ്. ഡീഹൈഡ്രോ ഫ്രീസിംഗ് എന്നത് ഫ്രീസ് ഡ്രൈയിങ് ടെക്നിക് അല്ല. ഫ്രീസ് ഡ്രൈയിങ് നമ്മൾ ചെയ്യുന്നത് വാക്വം കണ്ടീഷനിലാണ്. പക്ഷെ ഡീഹൈഡ്രോ ഫ്രീസിംഗിൽ അങ്ങനെ ഒരു വാക്വം കണ്ടീഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. മറിച്ച് നമ്മൾ അതിലെ മോയ്സ്ചർ കണ്ടന്റിനെ ഒരു 70% കുറയ്ക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അടുത്തതായി നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിരുന്നത് ക്രയോ പ്രിസർവേഷൻ ആണ്. ക്രയോ പ്രിസർവേഷൻ നമുക്കറിയാം, അതൊരു ലോ ടെമ്പറേച്ചർ, അതായത് ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ച് -196 ഡിഗ്രി ടെമ്പറേച്ചറിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതൊരു നോൺ ലീത്തൽ സ്റ്റോറേജ് ഓഫ് ബയോളജിക്കൽ മെറ്റീരിയൽ അറ്റ് അൾട്രാ ലോ ടെമ്പറേച്ചർ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെയും ഓൾമോസ്റ്റ് എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഓഫ് ദ സെല്ലും നിന്നു പോവുകയും സാമ്പിളിന് നമുക്ക് ഒരുപാട് കാലത്തേക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. പക്ഷെ ഇതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ only few biological methods can be frozen to -196 degree without affecting the cell viability. നെക്സ്റ്റ് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് ഫ്രീസ് ഡ്രൈയിങ് ആണ്. തേർഡ് ഓപ്ഷൻ ഫ്രീസ് ഡ്രൈയിങ് അല്ലെങ്കിൽ ലയോഫിലൈസേഷൻ അതിന്റെ മറ്റൊരു പേരാണ്. എന്താണ് ഫ്രീസ് ഡ്രൈയിങ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് നോക്കാം. ഫ്രീസ് ഡ്രയർ വർക്ക് ചെയ്യുന്നത് സബ്ലിമേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് ഫ്രീസ് ഡ്രയറിൽ വരുന്നത്. ആദ്യം നമ്മൾ ആ പ്രൊഡക്റ്റിനെ കമോഡിറ്റിനെ ആദ്യമായി നമ്മൾ അതിലുള്ള വാട്ടർ മോളിക്യൂൾസിനൊക്കെ ഫ്രീസ് ചെയ്യുകയും ഈ ഫ്രീസ് ചെയ്ത് സോളിഡ് ഫോമിലായിട്ടുള്ള ക്രിസ്റ്റൽസിനെ ഐസ് ക്രിസ്റ്റൽസിനെ നമ്മൾ സബ്ലിമേഷൻ എന്നൊരു പ്രോസസ്സിനെ സബ്ജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സോളിഡ് ഫോമിലുള്ള ഐസ് ക്രിസ്റ്റൽസിനെ നമുക്ക് വേപ്പർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ഈ ഒരു ടെക്നിക്കിൽ നടക്കുന്നത്. നമുക്ക് ജസ്റ്റ് സ്ലൈഡുകളിലൂടെ നോക്കാം. Freeze dryer works on the principle of sublimation process. Coming to the construction and working, freeze drying is also known as lyophilization. It is a drying method where solvent is frozen. Solvent എന്ന് പറഞ്ഞാൽ usually അത് water ആണ്. It is frozen prior to drying and is then sublimed. That is passed to the gas phase directly from the solid phase below the melting point of solvent. സോ ഈ കൊടുത്തിരിക്കുന്നതാണ് ഒരു ഫ്രീസ് ഡ്രയറിന്റെ ഫിഗർ എന്ന് പറയുന്നത്. നമുക്ക് കാണാം ഒരുപാട് ട്രേസ് ഉണ്ട്. ഈ ട്രേസിന്റെ മുകളിൽ നമ്മുടെ ഫുഡ് മെറ്റീരിയൽ വെക്കുന്നു. പിന്നെ അതിന് നമുക്ക് ഈ ഒരു ട്രേസിനെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു വാക്വം പമ്പ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു കണ്ടൻസർ ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രീസ് ഡ്രയറിൽ നമ്മൾ അറിയേണ്ട മറ്റൊരു ടേമാണ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ. ഒരു ഫ്രീസ് ഡ്രയറിൽ എപ്പോഴും വെപ്പറൈസേഷൻ നടക്കുന്നത് ബിലോ ദ ട്രിപ്പിൾ പോയിന്റ് ആണ്. ട്രിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ phase in which all the three phases, അതായത് solid, liquid and gas phase coexist in equilibrium. So below the triple point ആണ് എപ്പോഴും ഈ ഒരു പ്രോസസ് നടക്കുന്നത്. ലാസ്റ്റ് നമ്മുടെ ഓപ്ഷൻ കൊടുത്തിരുന്നത് കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്നാണ്. ഇറേഡിയേഷൻ എന്ന ടെക്നിക്കിന്റെ മറ്റൊരു പേരാണ് കോൾഡ് സ്റ്റെറിലൈസേഷൻ. സോ ഈ ഒരു ടെക്നിക്കിൽ നമ്മൾ അയണൈസിംഗ് റേഡിയേഷൻ ഉപയോഗിച്ചിട്ടാണ് ബാക്ടീരിയാസിനെ കൊല്ലുന്നത്. അയണൈസിംഗ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ഗാമ റേസ് ആണ് അയണൈസിംഗ് റേഡിയേഷനായി ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാറ്. സോ ഈ ഗാമ റേസിനെ നമ്മൾ ആ ഫുഡ് മെറ്റീരിയലിലേക്ക് പാസ് ചെയ്യാണ്. യൂഷ്വലി മീറ്റ് പ്രൊഡക്ട്സിനാണ് ഈ ഒരു ടെക്നിക്ക് കൂടുതലായിട്ടും ഉപയോഗിച്ച് കാണാറുള്ളത്. സോ നമ്മളിങ്ങനെ ഒരു റേഡിയേഷൻസ് നമ്മൾ പാസ് ചെയ്യുമ്പോൾ അതിലുള്ള മൈക്രോബ്സ് ഒക്കെ അണ്ടർഗോസ് ലൈസസ്, സെൽ ലൈസസ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഈ റേഡിയേഷൻ ഒന്നിൽ കൂടുതൽ യൂസസിന് നമുക്ക് ഉപയോഗപ്പെടുത്താം. ലൈക്ക് ഇറ്റ് കൻ ബി യൂസ്ഡ് ഫോർ സ്പ്രൗട്ട് ഇൻഹിബിഷൻ, like for insect disinfestation, shelf life extension, pathogen reduction, quarantine ചെയ്യാൻ വേണ്ടി ഒക്കെ നമുക്ക് ഈ ഒരു ടെക്നിക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് തിരിച്ച് ചോദ്യത്തിലേക്ക് വരാം.
സോ ഇത്രയും ഒരു എക്സ്പ്ലനേഷൻ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ദ പ്രോസസ് ഓഫ് പ്രിസർവിംഗ് ഫുഡ് മെറ്റീരിയൽ ബൈ റാപ്പിഡ് ഫ്രീസിംഗ് ഫോളോഡ് ബൈ ഡീഹൈഡ്രേഷൻ ഇൻ വാക്വം. വാക്വം എന്ന് കൊടുത്തുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ലയോഫിലൈസേഷൻ ആണ്. Coming to the next question. Sauerkraut contains. Options നമുക്കറിയാം. Option A 2 to 3% salt and less than 1.5% lactic acid. Option B 2 to 3% salt and more than 1.5% lactic acid. Option C 2 to 3% salt and more than 1.5% acetic acid. Option D 2 to 3% salt and less than 1.5% acetic acid. Sauerkraut നമുക്കറിയാം. It is a clean, sound product of characteristic flavor obtained by full fermentation, chiefly lactic acid of properly prepared and shredded cabbage in the presence of not less than 2% and not more than 3% salt. So, ആദ്യത്തെ ആ ഒരു സെന്റൻസിൽ നിന്ന് നമുക്ക് സോൾട്ടിന്റെ പെർസെന്റേജ് കിട്ടി. ഇറ്റ് ഇസ് നോട്ട് ലെസ് ദാൻ 2% ആൻഡ് നോട്ട് മോർ ദാൻ 3%. ചോദ്യത്തിലേക്ക് വരാം. എല്ലാ ഓപ്ഷനിലും 2 to 3% സോൾട്ട് എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് വേണ്ടത് ഇതിന്റെ സെക്കൻഡ് പാർട്ട്, ലാക്ടിക് ആസിഡ് ആണോ അസറ്റിക് ആസിഡ് ആണോ, അതുപോലെ ലെസ് ദാൻ 1.5% ആണോ മോർ ദാൻ 1.5% ആണോ എന്നതാണ്. നമുക്ക് നോക്കാം. സോ ഈ സോർക്രോട്ട് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ഒറിജിനിലുള്ള വേർഡ് ആണ്. അതിന്റെ മീനിങ് സോർ കാബേജ് എന്നാണ്. നമുക്കറിയാം, നമ്മൾ ഉപ്പിലിട്ട് വെക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഉപ്പിലിട്ട് വെച്ചതിനാണ് നമ്മൾ സോർക്രോട്ട് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ്. ആദ്യം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കാബേജ് എടുക്കുന്നു, അതിനെ ഡീലീഫ് ചെയ്യുന്നു, കോർ ചെയ്യുന്നു, ട്രിം ചെയ്യുന്നു. ദെൻ നമ്മൾ ആ കാബേജിനെ ഒരു 2 to 5 millimeter തിക്നെസ്സിലേക്ക് ഷ്രെഡ് ചെയ്യുന്നു. അതിനുശേഷം ഒരു 2 to 3% സോൾട്ട് ആഡ് ചെയ്യുന്നു. ഈ സോൾട്ട് ആഡ് ചെയ്ത ഷ്രെഡഡ് കാബേജിനെ നമ്മൾ വാറ്റുകളിലേക്ക് ഫില്ല് ചെയ്ത് വെക്കുന്നു. അത് കവർ ചെയ്ത് സീൽ ചെയ്ത് വെക്കുന്നു. നമ്മൾ ഈ കവർ ചെയ്ത് സീൽ ചെയ്ത് വെക്കുന്നത് അവിടെ ഫെർമെന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫെർമെന്റേഷൻ നടന്നിരിക്കുന്ന സോക്രോട്ടിൽ നമ്മൾ പാസ്ചറൈസ് ചെയ്ത് പാക്ക് ചെയ്യുന്നു. എന്തിനാണ് നമ്മൾ സോക്രോട്ടിൽ സോൾട്ട് ആഡ് ചെയ്തത് എന്ന് വെച്ചാൽ അതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ആദ്യത്തത്, ഇറ്റ് വിൽ എക്സ്ട്രാക്ട് മോയ്സ്ചർ ഫ്രം കാബേജ് ബൈ ഓസ്മോസിസ് ടു ഫോം ദ ബ്രൈൻ ഇൻ വിച്ച് ഫെർമെന്റേഷൻ ടേക്സ് പ്ലേസ്. സെക്കൻഡ് ഹെൽപ്പ് എന്ന് പറയുന്നത് അത് നാച്ചുറൽ മൈക്രോഫ്ലോറയെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ലൈക്ക് സൂഡോമോണാഡ്സ് which would otherwise cause spoilage and help to select for the lactic acid bacteria. Third benefit of adding salt is that it helps to maintain the crisp texture of cabbage by withdrawing water and inhibiting endogenous pectolytic enzyme which cause the product to soften. Last one and most important one, from the consumer's point of view, it will add flavor to the product. ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഷ്രെഡഡ് കാബേജിനെ നമ്മൾ കണ്ടെയ്നറിലേക്ക് പ്ലേസ് ചെയ്യുന്നു, സോൾട്ട് ആഡ് ചെയ്യുന്നു. ഈ ഷ്രെഡഡ് ക്യാബേജിൽ നമ്മൾ ചെറിയൊരു മെക്കാനിക്കൽ പ്രഷർ കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ അതിനകത്തുള്ള ജ്യൂസസ് ഒക്കെ എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ജ്യൂസസിൽ ഫെർമെന്റബിൾ ഷുഗേഴ്സും മറ്റു ന്യൂട്രിയൻസും ഉണ്ട്. ഈ ഒരു ഫെർമെന്റബിൾ ഷുഗർ ന്യൂട്രിയൻ സൊല്യൂഷനിലാണ് നമ്മുടെ മൈക്രോബിയൽ ആക്ടിവിറ്റി ഒക്കെ നടക്കുന്നത്. ഫസ്റ്റ് ഓർഗാനിസം ടു ആക്ട് ഇൻ ദിസ് fermentation process is lactobacillus mesenteroids. They produce the acid. When the acidity reaches 2 to 2.5%, നമ്മൾ ഡ്രൈ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഡ്രൈ സോൾട്ട് ആഡ് ചെയ്യുന്ന അളവ് എന്ന് പറയുന്നത് 1 to 1.5 kg per 50 kg cabbage എന്നൊരു അളവിലാണ്. Then optimum temperature for the process is 21 degrees Celsius and the whole process will complete within 1 week time. കുറച്ച് ന്യൂമറിക്കൽസ് നോക്കാം. ഈ ഒരു ഏരിയയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. Completely fermented sauerkraut contains 1.8 to 2.3% acid, which is usually calculated as lactic acid. Lactic acid കൂടാതെ നമുക്ക് അസറ്റിക് ആസിഡ്, അതുപോലെ തന്നെ മറ്റ് ഓർഗാനിക് ആസിഡ് ലൈക്ക് സക്സിനിക് ആസിഡ്, മാലിക് ആസിഡ്, പ്രൊപ്പിയോണിക് ആസിഡ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ സ്മോളർ ക്വാണ്ടിറ്റിയിലാണ്. ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ലാക്ടിക് ആസിഡ് തന്നെയാണ്. ആൻഡ് pH ഓഫ് sauerkraut is found to be 3.5 or less. സോ ഈ ഒരു ന്യൂമറിക്കൽസ് ഒക്കെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അസിഡിറ്റി പെർസെന്റേജുകൾ, അതുപോലെ pHന്റെ വാല്യൂ എന്നിവയൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ വിച്ച് ഇസ് ഇൻവോൾവ് ഇൻ sauerkraut ഫെർമെന്റേഷൻ നോക്കാം. മെയിൻ ആയിട്ട് 3 ലാക്ടിക് ആസിഡ് ബാക്ടീരിയ സ്പീഷീസ് ആണുള്ളത്. Leuconostoc mesenteroids, which is the acid and gas producing coccus. Then we have Lactobacillus plantarum and bacilli that produce acid and small amount of gas. We also have Lactobacillus pentoaceticus, which is again an acid and gas producing bacilli. Now coming to the characteristics of good sauerkraut. ഒരു നല്ല sauerkraut ആണെങ്കിൽ അത് ലൈറ്റ് കളേർഡ് ആയിരിക്കും, അതിലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും,
അതുപോലെ acidity എന്ന് പറയുന്നത് 1.7% ആയിരിക്കും. It will be clean and will have an acid flavor. ചെറിയൊരു അരോമ കൊടുക്കാനായി there will be small amount of diacetyls and the pH value, as we already mentioned, it will be in the range of 3.4 to 3.6. നമുക്കറിയാം. അപ്പൊ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കണ്ടു ലാക്ടിക് ആസിഡ് 1.8 to 2.3 ആണ്. തിരിച്ച് ചോദ്യത്തിലേക്ക് വരാം. So the correct answer for this question is option B, 2 to 3% salt and more than 1.5% lactic acid. Moving on to the third question. The complete active enzyme containing both protein and non-protein part is known as option A, epoenzyme, option B, cofactor, option C, enzyme, option D, holoenzyme. Okay, so complete active enzyme containing protein part and non-protein part. രണ്ടും നമുക്ക് പ്രോട്ടീൻ പാർട്ടും നോൺ പ്രോട്ടീൻ പാർട്ടും ഉള്ള ഒരു കംപ്ലീറ്റ് എൻസൈമിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസിലൂടെ പോവാം. ഓപ്ഷൻസിൽ ആദ്യം പറയുന്നത് എപ്പോ എൻസൈമിനെ കുറിച്ചാണ്. എപ്പോ എൻസൈം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എൻസൈം എന്താണെന്ന് അറിയണം. എൻസൈം നമുക്കറിയാം ദേ ആർ പ്രോട്ടീൻ ദാറ്റ് കാറ്റലൈസ് റിയാക്ഷൻ. റിയാക്ഷന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ ബയോളജിക്കൽ എലിമെന്റ്സിനാണ് നമ്മൾ എൻസൈംസ് എന്ന് പറയുന്നത്. ഒരു എൻസൈമിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്, ഒരു പ്രോട്ടീൻ പാർട്ടും ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും. ഈ പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പോ എൻസൈം. ഓക്കെ, ദ പ്രോട്ടീൻ പോർഷൻ ഓഫ് ദ എൻസൈം ഇസ് നോൺ ആസ് എപ്പോ എൻസൈം. ഓക്കെ, അത് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള എപ്പോ എൻസൈമിലേക്ക് ഒരു കോഫാക്ടർ, അതായത് ഒരു നോൺ പ്രോട്ടീൻ പാർട്ട് ആയിട്ടുള്ള കോഫാക്ടർ വരുമ്പോഴാണ് അത് ആക്റ്റീവ് ആകുന്നത്. ഈ കോഫാക്ടർ എന്ന് പറയുന്നത് ഒരു മെറ്റൽ അയോൺ ആവാം, ഒരു കോ എൻസൈം ആവാം, അല്ലെങ്കിൽ ഒരു പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ആവാം. സോ ഒരു എപ്പോ എൻസൈമിലേക്ക് ഒരു കോഫാക്ടർ വന്ന് അറ്റാച്ച് ആകുമ്പോഴാണ് നമുക്കതൊരു കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു ഹോൾ ആക്റ്റീവ് എൻസൈം ആയിട്ട് കിട്ടുന്നത്. ഈ ഹോൾ ആക്റ്റീവ് ആയിട്ടുള്ള എൻസൈം നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോളോ എൻസൈം. സോ ലെറ്റ് us come back to the question. Complete active enzyme containing both protein and non-protein part ഏതാണ്? Yes, the answer is holoenzyme. Next question. The TSS content of squash is option A 60 to 70%, option B 40 to 50%, option C 10 to 20%, option D 5 to 10%. നമുക്കറിയാം പല ടൈപ്പ് ഓഫ് ബിവറേജസ് ഇപ്പൊ അവൈലബിൾ ആണ്, ഫ്രൂട്ട് ബിവറേജസ് അവൈലബിൾ ആണ്. അതിലൊരു ടൈപ്പാണ് സ്ക്വാഷ് എന്ന് പറയുന്നത്. സോ സ്ക്വാഷിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ അതിലൊരു 25% ഫ്രൂട്ടിന്റെ ജ്യൂസ് അല്ലെങ്കിൽ ഫ്രൂട്ടിന്റെ പൾപ്പാണ് ഉള്ളത്. പിന്നെയുള്ള ഒരു 40 to 50% എന്ന് പറയുന്നത് TSS ആണ്, അതായത് ടോട്ടൽ സോളിബിൾ സോളിഡ്സ് ആണ്. ഒരു കമേഴ്ഷ്യൽ സ്ക്വാഷിന്റെ കണ്ടീഷൻസ് ആണ് നമ്മൾ ഈ പറയുന്നത്. നമ്മൾ വീടുകളിലും സ്ക്വാഷ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. As a standard for commercial preparation, squash ൽ പറയുന്ന കോമ്പോസിഷൻ ആണ് 25% ഫ്രൂട്ട് ജ്യൂസ് ആൻഡ് 40 to 50% TSS. കൂടാതെ അതിലൊരു 1% ആസിഡും 350 ppm സൾഫർ ഡയോക്സൈഡും 600 ppm സോഡിയം ബെൻസോയേറ്റ്, അത് പ്രിസർവേറ്റീവ് ആയിട്ട് ആഡ് ചെയ്യുന്നതാണ് ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. സ്ക്വാഷ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പേ എപ്പോഴും ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. സോ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ TSS കണ്ടന്റ് ഓഫ് സ്ക്വാഷ് ആണ്. നമുക്കറിയാം ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ഈ സ്ലൈഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻസർ ഇസ് 40 to 50%. ആസ് എൻ എക്സ്ട്രാ പോയിന്റ്, ഒന്ന് രണ്ട് ബിവറേജസിന്റെയും കൂടെ ഫ്രൂട്ട് കണ്ടന്റും TSS നമുക്ക് നോക്കാം. We have nectar. Nectar നമുക്കറിയാം it is again a fruit beverage that contains at least 20% fruit juice അല്ലെങ്കിൽ pulp and 15% TSS and 3% acid ആണ്. നെക്ടർ നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുന്നേ ഡൈല്യൂട്ട് ചെയ്യാറില്ല. Then we have crushes and syrup. ഇതിൽ crushes എന്ന് പറയുന്നതിൽ fruit content more than 25% TSS more than 55% ആണ്. സിറപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ we have fruit juice or pulp, again more than 25% ആണ്. TSS more than 65% ആണ്. Acidity 1.25 to 1.5% ആണ്. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. സ്ക്വാഷ് ആണ് കഴിഞ്ഞ തവണ ചോദിച്ചത്. നമുക്ക് ഇപ്രാവശ്യം വേറെ ഏതെങ്കിലും ഒരു ബിവറേജ് ഈ കണ്ടീഷൻസ് മാറ്റി ചോദിക്കാം. അതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി വേണമെങ്കിൽ ചോദിക്കാം, ഡൈല്യൂട്ടഡ് ബിഫോർ സെർവിങ്. അങ്ങനെ അതിന്റെ ഒരു ഓരോ ഓപ്ഷനിൽ ഓരോരോ ക്യാരക്ടർ തന്നിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. സോ ഇതൊരു ഇമ്പോർട്ടന്റ് പോർഷനായി കൺസിഡർ ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. This is an FDA approved non-nutritive sweetener which is approximately 20 times sweeter than table sugar.
ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് 20,000 times sweeter than table sugar എന്നാണ് ചോദിച്ചത്. അതുപോലെ അതൊരു നോൺ ന്യൂട്രിറ്റീവ് സ്വീറ്റർ ആണെന്നും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഓപ്ഷൻസ്. എ സാക്കറിഡ്, ഓപ്ഷൻ ബി എ സൾഫേം കെ, ഓപ്ഷൻ സി അഡ്വാൻറ്റേൻ, ഓപ്ഷൻ ഡി സൂക്രലോസ്. സോ ഈ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസും സ്വീറ്റ്നേഴ്സ് തന്നെയാണ്. സ്വീറ്റ്നേഴ്സ് എന്ന് പറഞ്ഞാൽ they are substances which is added to a food material to mask its bitter taste. And they are also widely, sugar is the most widely used sweetening agent. അത് നമ്മുടെ ഫുഡ് കോമോഡിറ്റിക്ക് ചെറിയൊരു വിസ്കോസിറ്റി കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല അതൊരു പ്രിസർവേറ്റീവ് ആയിട്ട് കൂടി ആക്ട് ചെയ്യും. പക്ഷെ ഈ നോർമൽ ഷുഗേഴ്സിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് നമ്മുടെ ഹെൽത്തിന്. ലൈക്ക് അത് നമ്മുടെ പല്ലുകൾക്ക് ഹാർംഫുൾ ആണ്, ഡെന്റൽ കാരീസ് കൊണ്ടുവരാം, അതുപോലെ ഹൈ ബ്ലഡ് ഷുഗർ കൊണ്ടുവരാം, കാലോറി തരുന്നതാണ്, ഒരുപാട് കാലോറി ഉള്ളതാണ്. സോ അത്തരത്തിലുള്ള ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സോ നമുക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് we have two types of substitute which can be used as sweeteners. ആദ്യത്തത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റ്നേഴ്സ്, നമ്മുടെ ഡേറ്റ് സിറപ്പ് അല്ലെങ്കിൽ ടേബിൾ ഷുഗർ, ഹണി, മേപ്പിൾ സിറപ്പ്, കോൺ സിറപ്പ്, മൊളാസസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ നാച്ചുറൽ ഷുഗേഴ്സ് ആണ്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് ആണ്. നമ്മുടെ ഓപ്ഷൻസിൽ കൊടുത്തിരുന്നതെല്ലാം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആണ്. ലൈക്ക് സാക്കറിൻ, അസ്പാർട്ടേം, സൂക്രലോസ്, ന്യൂട്ടേം, അഡ്വാൻറ്റേം, സൈക്ലമേറ്റ്സ് ഒക്കെയാണ്. ഇതിൽ തന്നെ സാക്കറിൻ നോക്കുകയാണെങ്കിൽ അതൊരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആണ്. അത് നോൺ കലോറിഫിക് ആയിട്ടുള്ളൊരു സ്വീറ്റ്നർ ആണ്, നോൺ കാലറിക് ആയിട്ടുള്ള സ്വീറ്റ്നർ ആണ്. സൂക്രോസിനെ കാട്ടും 300 to 400 ടൈംസ് സ്വീറ്റർ ആണ് സാക്കറിൻ എന്ന് പറയുന്നത്. കൂടുതലായിട്ടും ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്വീറ്റൻ പ്രോഡക്ട്സ് ലൈക്ക് ഡ്രിങ്ക്സ്, കാൻഡീസ്, കുക്കീസ്, മെഡിസിൻ ആൻഡ് ടൂത്ത് പേസ്റ്റ്. പിന്നെ നമ്മളോട് പറഞ്ഞിരുന്നത് ഓപ്ഷൻ എ സൾഫേം കെനെ കുറിച്ചാണ്, അല്ലെങ്കിൽ എയ്സ് കെനെ കുറിച്ചാണ്. ഇതൊരു ജനറൽ പർപ്പസ് സ്വീറ്റ്നർ ആണ്. വൈറ്റ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ് എസ് കെക്ക് ഉള്ളത്. ആൻഡ് ഇറ്റ് ഇസ് 180 to 200 times sweeter than sucrose. Commonly it is known as sunnet or sweet one. Popular sweetener like aspartame, stable in high heat cut situations and therefore often used in baked products. തേർഡ് ഓപ്ഷൻ നമ്മളോട് പറഞ്ഞത് അഡ്വാൻറ്റേമിനെ കുറിച്ചാണ്. ഇത് ഒരു ജാപ്പനീസ് കമ്പനിയായ അജിനോമോട്ടോസ് ആണ് ഡെവലപ്പ് ചെയ്തത്. It is an aspartame derivative. It is found to be 20,000 times sweeter than sucrose. Note here, 20,000 times sweeter than sucrose. Now coming to sucralose. Sucralose, which was discovered in 1976 by Splenda, which is a global brand of sugar. It is found to be stable at high temperature and is found to be 500 to 600 times sweeter than sucrose. നമുക്ക് തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മളോട് ചോദിച്ചിരുന്നത് 20,000 ടൈംസ് സ്വീറ്റർ ദാൻ ടേബിൾ ഷുഗർ ഏതാണെന്നാണ്. നമുക്ക് പറയാം, ദ ആൻസർ ഇസ് അഡ്വാൻറ്റേൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഐഡിയൽ റെഫ്രിജറേറ്റഡ് സ്റ്റോറേജ് ടെമ്പറേച്ചർ ഫോർ പെരിഷബിൾ ഫുഡ് ഇസ് ബിറ്റ്വീൻ ഓപ്ഷൻ എ 1 to 4 degrees Celsius, ഓപ്ഷൻ ബി 1 to -4 degrees Celsius, ഓപ്ഷൻ സി -4 to -8 degrees Celsius, ഓപ്ഷൻ ഡി -6 to -24 degrees Celsius. Perishability, we know, it is the quickness with which food gets spoiled. ചില ഭക്ഷണ സാധനങ്ങൾ പെട്ടെന്ന് സ്പോയിൽഡ് ആവും. ചിലത് കുറച്ചുകൂടി ഒരു മോർ നമ്പർ ഓഫ് ഡേയ്സ് നമുക്ക് വെക്കാം. മറ്റു ചിലതാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ എത്ര പെട്ടെന്നാണ് ഒരു ഫുഡ് സ്പോയിൽ ആവുന്നത് എന്നുള്ള ബേസിസിൽ നമുക്ക് ഫുഡ്സിനെ 3 ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് പെരിഷബിൾസ്, സെക്കൻഡ് വൺ സെമി പെരിഷബിൾ, തേർഡ് വൺ നോൺ പെരിഷബിൾസ്. പെരിഷബിൾസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്പോയിൽ ആയി പോകുന്നവ. ഓക്കെ, ദേ ആർ ലൈക്ലി ടു സ്പോയിൽ, ഡീകേ ഓർ ബിക്കം അൺസേഫ് ടു ദ കൺസ്യൂമർ if not kept refrigerated at 40 degree Fahrenheit or below or frozen at 0 degree Fahrenheit or below. Okay, note ചെയ്യുക, ടെമ്പറേച്ചർ റെഫ്രിജറേറ്റഡ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ 40 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. അതല്ല നമ്മൾ ഫ്രീസ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ 0 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് നമ്മൾ പെരിഷബിൾസിനെ വെക്കേണ്ടത്. ഓക്കെ, പെരിഷബിൾ ഫുഡ്സിന്റെ എക്സാമ്പിൾ ആണ് മിൽക്ക്, എഗ്, മീറ്റ്, ഫിഷ്, പോൾട്രി, മോസ്റ്റ് ഓഫ് ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇതൊക്കെയാണ് പെരിഷബിൾ ഫുഡ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി സെമി പെരിഷബിൾ ഉണ്ട്. ദേ ആർ ദ ഫുഡ്സ് ദാറ്റ് റിമെയിൻ അൺസ്പോയിൽഡ് ഫോർ എ ഫെയർലി ലോങ് പീരിയഡ് ഇഫ് പ്രോപ്പർലി ഹാൻഡിൽഡ് ആൻഡ് സ്റ്റോർഡ്. ഇതിനെ നമ്മൾ പ്രൊട്ടക്റ്റബിൾ ഫുഡ്സ് എന്നും പറയാറുണ്ട്. ഇതിന്റെ എക്സാമ്പിൾ ആണ് പൊട്ടേറ്റോസ്, ആപ്പിൾസ്, ഒനിയൻസ് എക്സെട്ര. ഫൈനലി നമുക്ക് നോൺ പെരിഷബിൾ ഫുഡ്സ് ഉണ്ട്. നമ്മൾ അത് നമ്മളായിട്ട് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബിക്കം സ്പോയിൽഡ്. ഓക്കെ, അത്തരത്തിലുള്ള ഫുഡ്സിനാണ് നമ്മൾ നോൺ പെരിഷബിൾസ് എന്ന് പറയുന്നത്. ദേ ആർ ഓൾസോ നോൺ ആസ് റിലേറ്റീവ്ലി സ്റ്റേബിൾ ഫുഡ്സ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഗ്രെയിൻസ്, ഫ്ലോർ, ഷുഗർ, പൾസസ് എക്സെട്ര.
Non-perishable foodsലാണെങ്കിൽ വളരെ കുറവ് amount of moisture ഉണ്ടാവുള്ളൂ, അതായത് ഒരു less than 3 to 8%. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് മാസങ്ങളോ വർഷങ്ങളോ അതിനെ നല്ല സ്റ്റോറേജ് കണ്ടീഷനിൽ വെച്ചതാണെങ്കിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി സെമി പെരിഷബിൾസ് നോക്കുകയാണെങ്കിൽ അതിലും ലീസ്റ്റ് മോയ്സ്ചർ തന്നെയാണ് ഉള്ളത്. ലൈക്ക് ഇൻ ദ റേഞ്ച് ഓഫ് മോർ ദാൻ 10 to 15% ആണ് അതിലെ മോയ്സ്ചർ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് മാസങ്ങളോളം സ്റ്റോർ ചെയ്യാം. ആൻഡ് എക്സാമ്പിൾസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. പെരിഷബിൾ ഫുഡ്സിലാണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് മോർ ദാൻ 70 to 95% മോയ്സ്ചർ. ഒരുപാട് മോയ്സ്ചർ കണ്ടന്റ് ഉള്ളവരെയാണ് നമ്മൾ ഉള്ള ഫുഡ്സിനെയാണ് നമ്മൾ പെരിഷബിൾസ് എന്ന് പറയുക. നമ്മുടെ മീറ്റ് പ്രോഡക്ട്സ് ഒക്കെ പെരിഷബിൾസ് ആണ്. ഓക്കെ, അതിൽ ബാക്കി എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി മുന്നത്തെ സ്ലൈഡുകളിലൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഐഡിയൽ റെഫ്രിജറേറ്റഡ് സ്റ്റോറേജ് ടെമ്പറേച്ചർ ഫോർ പെരിഷബിൾസ് നമ്മൾ പറഞ്ഞു ഇറ്റ് വാസ് 40 ഡിഗ്രി ഫാരൻഹീറ്റ്, അതായത് ഏകദേശം ഒരു 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, റെഫ്രിജറേറ്റഡ് കണ്ടീഷൻസിലാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. റെഫ്രിജറേറ്റഡ് കണ്ടീഷനിൽ 1 to 4 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. This type of packaging material is hard, moisture resistant, low gas permeable and high impact strength. Option A polyethylene, option B polypropylene, option C polyvinyl chloride, option D polystyrene. ഇതിൽ നമുക്ക് ഓരോ പാക്കേജിംഗ് മെറ്റീരിയൽസിന്റെ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പോളിഎത്തിലീൻ. പോളിഎത്തിലീൻ നമുക്കറിയാം HDPE ഉണ്ട്, അതുപോലെ LDPE ഉണ്ട്. ഹൈ ഡെൻസിറ്റി പോളിത്തീൻ, ലോ ഡെൻസിറ്റി പോളിത്തീൻ, ഇത് രണ്ടും അവൈലബിൾ ആണ്. ലോ ഡെൻസിറ്റി പോളിത്തീൻ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഇറ്റ് ഇസ് പ്രിഫേർഡ് പ്ലാസ്റ്റിക് ഫോർ സ്ക്വീസ് ബോട്ടിൽസ്. ഇനി HDPE ഹൈ ഡെൻസിറ്റി പോളിത്തീൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ലെസ് പെർമിയബിൾ ടു ഗ്യാസസ് ആൻഡ് മോർ റെസിസ്റ്റന്റ് ടു ഓയിൽ, കെമിക്കൽ ആൻഡ് സോൾവെന്റ്. ഇറ്റ് ഇസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ബോട്ടിൽസ് ഫോർ സോളിഡ് ഡോസേജ് ഫോംസ്. നെക്സ്റ്റ് നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിരുന്നത് പോളിപ്രൊപ്പിലീനും പോളിസ്റ്റൈറീനുമാണ്. ഇനി അത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം. പോളിപ്രൊപ്പിലീൻ ആണെങ്കിൽ ഇറ്റ് ഹാസ് ഗുഡ് റെസിസ്റ്റൻസ് ടു ക്രാക്കിംഗ് വെൻ ഫ്ലെക്സ്ഡ്. ഇറ്റ് ഈസ് suitable for use in closures, tablet containers and intravenous bottles. Polystyrene ആണെങ്കിൽ it is used for jars, for ointment and creams with low water content. Next we have polyvinyl chloride. Polyvinyl chloride നോക്കുകയാണെങ്കിൽ അതൊരു ഹാർഡ് ആയിട്ടുള്ള സ്റ്റിഫ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ ആണ്. It has got excellent resistance to moisture, low gas permeability and high impact strength. These films are best suited for packaging fresh meat due to its good oxygen permeability, excellent elastic memory. So let's go back to the question. The type of packaging material which is hard, moisture resistant and low gas permeable and high impact strength. നമ്മൾ കണ്ടു it is polyvinyl chloride, option C. Next question. Texturized vegetable protein is made from. Texturized vegetable protein നമുക്കറിയാം വളരെ കോമൺ ആയിട്ട് ഇപ്പൊ നമ്മൾ കാണുന്നതാണ്. നമ്മൾ അതിനെ സോയ ചങ്ക്സ് എന്നൊക്കെ പറയാറുണ്ട്. സോ അത് എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഓപ്ഷൻസ് സോയാബീൻ, വീറ്റ്, ഓട്സ്, ഓൾ ഓഫ് ദി അബവ്. ലെറ്റ് us see. So texturized അല്ലെങ്കിൽ textured vegetable protein. So it is a kind of meat substitute. മീറ്റ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു വെജിറ്റേറിയൻസിന് മീറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് TVP അല്ലെങ്കിൽ ടെക്സ്ചേർഡ് വെജിറ്റബിൾ പ്രോട്ടീൻ. ഇത് കൂടുതലായിട്ടും സോയാബീൻ ഓയിൽ വെച്ചിട്ടുള്ള ഇൻഡസ്ട്രീസിൽ ഒക്കെയാണ് ഇത് കാണാറ്. ഓയിൽ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടുള്ള സോയ പ്രൊഡക്ട്സിന്റെ വേസ്റ്റ് വെച്ചിട്ടാണ് ഈ TVP നമ്മൾ ഉണ്ടാക്കുന്നത്. ലൈക്ക് നമുക്ക് സോസേജസിലും പേസ്ട്രി പൈസിലും കോർണിഷ് പേസ്ട്രീസിലും ബർഗേഴ്സിലും പാസ്ത അതുപോലുള്ള മറ്റ് ഡിഷസിൽ നോൺ വെജിറ്റേറിയൻ they can go for meat, but വെജിറ്റേറിയൻസിന് ഒരു മീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് they go for this TVP. മെയിൻ ആയിട്ടും സോയ ഇൻഡസ്ട്രിയിലുള്ള ഒരു ബൈ പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്ക് അതിൽ കൂടെ നമുക്ക് ലൈക്ക് കൈൻഡ് ഓഫ് വീറ്റും ഓട്സും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ TVP ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. Okay, and this TVP you can give better flavor by adding other kinds of flavoring agents. Let us see in detail. Textured or texturized vegetable protein TVP. It is also known as textured soy protein, soy meat or soy chunks. Is a defatted soy flour product which is a byproduct of extracting soybean oil. It is often used as a meat analog or meat extender. It is quick to cook
with protein content comparable to certain meats. Okay, protein substitute ആയിട്ട് നമുക്ക് വെജിറ്റേറിയൻസ് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും ഈ ഒരു സോയ് ചങ്ക്സ് ഒക്കെയാണ്. TVP is usually made from high soy protein, like 50% അതിലുള്ളത് soy protein ആണ്. Then we also have soy flour or soy concentrate, but it can also be made from cottonseed, wheat and oats. Let's go back to the question. സോയാബീന്റെ ആദ്യത്തെ ഓപ്ഷൻ സോയാബീൻ ആണ് കൊടുത്തിരിക്കുന്നത്. വി ഹാവ് ഓപ്ഷൻ ബി വീറ്റ്, ഓപ്ഷൻ സി ഓട്സ്. ഇതെല്ലാം നമുക്ക് TVP പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, all of the above. Next question. Garlic contains this active compound which acts as a antimicrobial agent. Option A, allicin. Option B, limonene. Option C, cyanine. Option D, anthol. So, ഇതൊരു വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് ഓഫ് യു മൈറ്റ് നോ ദ ആൻസർ. ഓപ്ഷൻ എ, allicin is the answer. Allicin നമുക്കറിയാം അതൊരു നാച്ചുറൽ സൾഫർ കോമ്പൗണ്ട് ആണ്. Allicin has got antioxidant property, like it is given in the question. അതിന് anti-inflammatory properties ഉണ്ട്. ന്യൂറോപ്രൊട്ടക്റ്റീവ് ആണ്, ആന്റി അൽഷിമേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം, കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആണ്, ആന്റി ഡയബറ്റിക് ആണ്, ഹെപ്പാറ്റോ പ്രൊട്ടക്റ്റീവ് ആണ്, ആന്റി ക്യാൻസർ ഏജന്റ് കൂടിയാണ് allicin എന്ന് പറയുന്നത്. മറ്റ് ആക്റ്റീവ് കോമ്പൗണ്ട്സ് നമുക്കറിയാം, കുർക്കുമിൻ ഇൻ ടർമറിക്, കാപ്സൈസിൻ ഇൻ റെഡ് പെപ്പർ, പൈപ്പറിൻ ഇൻ ബ്ലാക്ക് പെപ്പർ. എക്സ്ട്രാ നിങ്ങളുടെ നോളജിന് വേണ്ടി ഇത് ഞാൻ ആഡ് ചെയ്തത് സ്ലൈഡിൽ. ഇത് എക്സ്ട്രാ പോയിന്റ്സ് കൂടി നോക്കുക. ഇൻ സിനമൺ വി ഹാവ് ഫ്ലാവനോൾസ് ലൈക്ക് കാറ്റച്ചിൻ. ഇൻ ഫെനൽ വി ഹാവ് ഫ്ലാവനോൾസ്. ഒനിയൻ ഒർഗാനോലൊക്കെ വി ഹാവ് ഫ്ലാവോൺസ്. ഇൻ കൊറിയാൻഡർ, ക്യൂമിൻ, ബ്ലാക്ക് പെപ്പർ, ഒനിയൻ വി ഹാവ് ഫ്ലാവനോൾസ് ലൈക്ക് ക്വെർസിറ്റിൻ. ക്ലൗസിലാണെങ്കിൽ ഫിനോളിക് ആസിഡ്സ്. ഫെനുഗ്രീക് മസ്റ്റർഡിൽ വി ഹാവ് ലിമോണിൻ. ടർമറിക് ജിഞ്ചറിൽ വി ഹാവ് കുർക്കുമിൻ. So the answer to this question is allicin. Allicin ആണ് ഗാർലിക്കിലുള്ള active compound. It also has got antimicrobial properties. Last question. In pulse milling, mixing with red earth is known as. പൾസ് മില്ലിംഗിൽ ഈ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത് ഏത് ടെക്നിക്കിലാണ് റെഡ് എർത്ത് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, വെറ്റ് മില്ലിംഗ്. ഓപ്ഷൻ ബി, dry milling. Option C, polishing. Option D, pitting. So milling അല്ലെങ്കിൽ it is a size reduction process. മില്ലിംഗിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഔട്ടർ ഹസ്കിനെ റിമൂവ് ചെയ്ത് ഗ്രെയിൻസിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് മില്ലിംഗ് ചെയ്യുന്നത്. മില്ലിംഗ് ചെയ്യുന്നതിലുള്ള ബേസിക് പ്രോസസ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ക്ലീനിങ് ചെയ്യണം, ഗ്രേഡിംഗ് ചെയ്യണം, സൾഫിഷൻ ചെയ്യണം, ഡീഹസ്കിംഗ് ചെയ്യണം, സ്പ്ലിറ്റിംഗ് ചെയ്യണം, സെപ്പറേഷൻ ചെയ്യണം, പോളിഷിംഗ്, ബാഗിംഗ് ആൻഡ് ഫൈനലി പാക്കേജിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു മില്ലിംഗ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആക്കുന്നത്. സോ ഈ ഡീഹസ്കിങ്ങും സ്പ്ലിറ്റിംഗും ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. രണ്ട് ടൈപ്പ് ഓഫ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു ക്ലീനിങ് ആൻഡ് ഗ്രേഡിംഗ് ആണെന്ന്. നമുക്ക് അതിന് വേണ്ടിയിട്ട് മെഷീൻസ് അവൈലബിൾ ആണ്, ലൈക്ക് റെസിപ്രിക്കേറ്റിംഗ് എയർ സ്ക്രീൻ ക്ലീനർ, റോട്ടറി ഡ്രം ക്ലീനർ, ഗ്രേഡിംഗ് മെഷീൻസ് ഒക്കെ അവൈലബിൾ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ്, മില്ലിംഗിലുള്ള സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിറ്റിംഗ് ആണ്. നമ്മുടെ ഓപ്ഷൻസിലും ഒരു ഓപ്ഷൻ ഡി പിറ്റിംഗ് ഉണ്ടായിരുന്നു. എന്താണ് പിറ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. പിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രെയിനിന്റെ സർഫസിനെ ക്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രാച്ചസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് പ്രത്യേക മെഷീൻസ് യൂസ് ചെയ്യാം, ലൈക്ക് എമറി റോളർ, ഡീ സ്റ്റോണേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. നമ്മൾ ഈ ഔട്ടർ സർഫസിൽ ക്രാക്സ് അല്ലെങ്കിൽ സ്ക്രാച്ച് കൊടുക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു റീസൺ എന്ന് പറയുന്നത് അതിൽ ഓയിൽ ആൻഡ് വാട്ടർ പെനിട്രേഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് ഗ്രേഡ് ചെയ്ത ഗ്രെയിൻസിനെ ഫിറ്റിംഗ് ചെയ്ത ശേഷം നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഹസ്കിനെ ലൂസൻ ചെയ്യണം. സോ ഈ ഹസ്കിനെ ലൂസൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡ്സ് ആണുള്ളത്, വെറ്റ് മെത്തേഡും ഡ്രൈ മെത്തേഡും. വെറ്റ് മെത്തേഡിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വാട്ടർ ഇൻവോൾവ് ആണ്. നമ്മൾ ഗ്രെയിൻസിനെ ഒരു 4 to 12 hours സമയത്തേക്ക് സോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഫോളോഡ് ബൈ ദ അഡീഷൻ ഓഫ് റെഡ് എർത്ത്. നമ്മൾ റെഡ് എർത്ത് ആയിട്ട് മിക്സ് ചെയ്യുന്നു ഒരു 12 to 16 hours ടൈമിൽ. പിന്നെ നമ്മൾ അതിനെ സൺ ഡ്രൈ ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് ഒരു 10 to 12% ആക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആൻസർ ഈ ഒരു സെന്റൻസിൽ തന്നെ ആൻസർ ഉണ്ട്. ഇറ്റ് ഇസ് ദ അഡീഷൻ ഓഫ് റെഡ് എർത്ത് വെറ്റ് മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇനി ഡ്രൈ മെത്തേഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓയിൽ ആണ്. സൂട്ടബിൾ ആയിട്ടുള്ള മിനറൽ ഓയിൽ ലൈക്ക് ലിൻസീഡ് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും എഡിബിൾ ഓയിൽ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിനൊരു 12 hours വെക്കുകയാണ് ചെയ്യുന്നത്. ഫോളോഡ് ബൈ ഡ്രൈയിങ് ബൈ സ്പ്രെഡിങ് ഓൺ എ സിമെന്റഡ് ഫ്ലോർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഡ്രൈ മെത്തേഡും വെറ്റ് മില്ലിങ്ങും, ഡ്രൈ മില്ലിംഗ് ആൻഡ് വെറ്റ് മില്ലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡ്രൈ മില്ലിംഗ്.
ഡ്രൈ മില്ലിംഗ് കൂടുതലായിട്ട് നമ്മുടെ സെൻട്രൽ ഇന്ത്യയിലും നോർത്തേൺ ഇന്ത്യയിലും പൾസ് മില്ലിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരുന്നത് ഈ ഡ്രൈ മില്ലിംഗ് മെത്തേഡ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ നമ്മുടെ പൾസസിനെ ആസ് യൂഷ്വൽ നമ്മൾ ക്ലീനിങ് ചെയ്യുന്നു, ഗ്രേഡിങ് ചെയ്യുന്നു. CSC യൂസ് ചെയ്തിട്ടാണ് ക്ലീനിങ് ആൻഡ് ഗ്രേഡിങ് ചെയ്യുന്നത്. അതിനുശേഷം പിറ്റിംഗ് ചെയ്യണം. പിറ്റിംഗ് ചെയ്യാൻ വേണ്ടി നമുക്ക് എമറി റോളേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റോളർ ഡീഹസ്കേഴ്സ് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ സ്ക്രാച്ചസ് ഒക്കെ വരുത്തി അതിന്റെ സർഫസിൽ ക്രാക്സ് ഒക്കെ വരുത്തി പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളൊരു സൂട്ടബിൾ ഓയിൽ ആയിട്ട് മിക്സ് ചെയ്യണം, അതായത് ഓയിൽ സ്മിയറിംഗ് ചെയ്യണം. ഓക്കെ, ഈ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും ലിൻസീഡ് ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഡിബിൾ ഓയിൽ ആണ്. ഇറ്റ് ഈസ് ആഡഡ് അറ്റ് ദ റേറ്റ് ഓഫ് 1.5 to 2.5 kg per ton. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മള് ഡ്രൈ മില്ലിംഗ് മെത്തേഡില് ഓയിൽ ആഡ് ചെയ്യുന്നത് 1.5 to 2.5 kg per ton എന്നുള്ള കണക്കിലാണ്. ഇങ്ങനെ ഓയിൽ ചെയ്തിട്ടുള്ള ഗ്രെയിൻസിനെ നമ്മൾ പിന്നെ സൺ ഡ്രൈങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സൺ ഡ്രൈങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു 5 to 10 സെന്റിമീറ്റർ തിക്നെസ്സിൽ സൺ ഡ്രൈങ്ങിന് വേണ്ടി വെക്കുന്നു. ആൻഡ് ദെൻ അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് കുറഞ്ഞു വരുമ്പോൾ നമ്മൾ അതിനെ മില്ലിംഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യു ക്യാൻ സീ ഫ്രം ദ ഫ്ലോ ചാർട്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് മില്ലിംഗ്, അതുപോലെ ഡ്രൈ ചെയ്ത് വന്ന ഗ്രെയിൻസ് നമ്മൾ ഡീഹാസ്കിങ് ചെയ്യും, സ്പ്ലിറ്റിംഗ് ചെയ്യും. ഫൈനലി വി ഗെറ്റ് a dal. Going on to wet milling. Wet milling method, it is adopted in a comparatively smaller unit. Okay, so smaller units ലാണ് wet milling ചെയ്യുന്നത്. നമ്മുടെ സൗതേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് വെറ്റ് മില്ലിംഗ് മെത്തേഡ് ആണ്. സോ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഓപ്പറേഷൻ ഒക്കെ സെയിം ആണ്. പൾസസിനെ നമ്മൾ ക്ലീൻ ചെയ്യും, നമ്മൾ സോക്ക് ചെയ്യും. ദെൻ വി ഗോ ഫോർ സോക്കിംഗ് ഇൻ വാട്ടർ. ഒരു 4 to 12 hours നമ്മൾ സിമെന്റ് ടാങ്ക്സിൽ വെള്ളം ഫില്ല് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഫോളോഡ് ബൈ മിക്സിംഗ് വിത്ത് റെഡ് എർത്ത്. റെഡ് എർത്ത് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത് red earth is made into a paste of 2 to 3% level, and then we mix it with red earth. This is followed by drying, dehusking, splitting, and finally we get our dal. This method of milling la dal recovery is found to be 72%. So the answer to this question is option A, wet milling. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രസന്റേഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.